ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡെയിലി GK ബൂസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാമത്തെ ദിവസമാണ്. ഏകദേശം 600ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 14/2023 നമ്മുടെ ഇതിന് മുൻപേയുള്ള 6 ദിവസങ്ങളുടെയും നമ്മുടെ പ്ലേലിസ്റ്റിൽ, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 6 ദിവസത്തെ ക്ലാസ്സും കിട്ടും. അതേപോലെ ഞാൻ പ്ലേലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുൻവർഷ 10th പ്രിലിംസ് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഇതെല്ലാ ക്ലാസ്സും കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ 2024 ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ 2024 കഴിഞ്ഞ LGSന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, നോക്കാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. EMSന്റെ ഫുൾ ഫോം എന്താണ്? എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ളതാണ് EMSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു EMS എന്ന് പറയുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചൊരു പത്രമുണ്ട്, അതിന്റെ പേരാണ് എന്താ? പ്രഭാതം. അതേപോലെ EMSന്റെ ഒരു അക്കാദമി ഉണ്ട്, അതിന്റെ പേരാണ് വിളപ്പിൽശാല. തിരുവനന്തപുരത്ത് ഒരു EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നുണ്ട്, അത് വിളപ്പിൽശാലയാണ്. പേരല്ല, അത് സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽശാല. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിലാണ് EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ 1.25 കോടി മലയാളികളുടെ ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പേരാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് EMS എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിരിക്കുന്നത്. 2021 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം. അതായത് അതിന്റെ അധ്യക്ഷനായിരുന്നു ആര്? T പ്രകാശമായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂറിലേക്ക് ആൾക്കാർ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്? ഒറ്റപ്പാലത്ത് നടന്ന 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വെണ്ണീജ ഭരണം ആരുടേതായിരുന്നു? വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞത് അത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. വെണ്ണീജ ഭരണം. അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണത്തെ എന്തായിരുന്നു അദ്ദേഹം വിളിച്ചത്? കരിനീജ ഭരണം എന്ന് തിരുവിതാംകൂറിന്റെ ഭരണത്തെയും, അതേപോലെ തിരുവിതാംകൂറിലെ രാജാവിനെ എന്താണ്? അനന്തപുരിയിലെ നീചനെന്നും വിളിച്ചത് ആരാണ്? ഈ പറയുന്ന വൈകുണ്ഠസ്വാമികളാണ്. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ്. ഋതുമതി ആരാണ്? MP ഭട്ടതിരിപ്പാട് അഥവാ പ്രേംജി. തിരിഞ്ഞു പോകരുത്, MP ഭട്ടതിരിപ്പാടാണ്. MP ഭട്ടതിരിപ്പാട്. MR ഭട്ടതിരിപ്പാട് എന്നാണ് അയാളുടെ തൂലികാനാമം. MRB എന്നാണ് അറിയപ്പെടുന്നത്. MR ഭട്ടതിരിപ്പാട്. ഇത് പ്രേംജിയാണ്. എന്താണ്? MP ഭട്ടതിരിപ്പാടാണ്. MP. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമായിരുന്നു ഏത്? മലയാളി മെമ്മോറിയൽ. നമുക്കറിയാം 1891 ജനുവരി 1 എന്താ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അതിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. അതേപോലെ ഈ പറയുന്ന തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതിയതാരാണ്? GP പിള്ളയാണ്. GP പിള്ള. നെക്സ്റ്റ് നോക്കാം. എന്താണ്? 1ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ആരായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ? ആരായിരുന്നു അത്? കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. എന്താണ് അതിന്റെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു? എന്താണ്? സമാധാനം ലോകത്തിന് സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അത് ഇരവിപേരൂരാണ്. ഇരവിപേരൂർ, പത്തനംതിട്ട. അതേപോലെ അടിലഹളയുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന കുമാരഗുരുദേവനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട്, അതിന്റെ പേരാണ് എന്ത്? രത്നമണികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ K കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ഇവിടെ വെച്ചാണ്? ഉപ്പ് സത്യാഗ്രഹം എവിടെയായിരുന്നു? പയ്യന്നൂരാണ്.
1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. എന്താണ്? കുടിപ്പള്ളിക്കൂടം അല്ലെ. അതേപോലെ തന്നെ ആ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് 1911 ഡിസംബർ 5 അദ്ദേഹം എന്തായി? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അതേപോലെ തുടർച്ചയായി എന്താണ്? 28 വർഷത്തോളം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. പിന്നെ എന്താണ്? അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? അത് ചിത്രകൂടമാണ്. ചിത്രകൂടം അത് എവിടെയാണ്? വെങ്ങാനൂർ. വെങ്ങാനൂർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് വെങ്ങാനൂർ എന്ന് പറയുന്നത്. കയ്യൂർ സമരം നടന്ന വർഷം എന്നാണ് കയ്യൂർ സമരം നടന്നത്? അത് 1941 അപ്പൊ മാർച്ച് 28. ഓക്കെ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം നടന്നത്. എന്തായിരുന്നു കയ്യൂർ സമരം എന്ന് പറഞ്ഞാൽ? അതായത് കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു കയ്യൂർ സമരം. അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പഠിക്കണം. പലതവണയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നാരാണ്? മഠത്തിലപ്പു. അപ്പു, മഠത്തിലപ്പു. ഒരു വട്ടം ചോദിച്ചത് താഴെ കൂട്ടത്തിൽ പെടാത്തതായിരുന്നു. ഓക്കെ. അങ്ങനെയായിരുന്നു 2-3 തവണ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ആൾക്കാരുടെ പേര് മാറ്റി മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. മഠത്തിലപ്പു. പിന്നെന്താണ്? കുഞ്ഞമ്പു നായർ. കുഞ്ഞമ്പു നായർ. പിന്നെ ആരാണ്? മൂന്നാമത്തത് ചീരുക്കണ്ഠൻ. ചീരുക്കണ്ഠൻ. പിന്നെ ആരാണ്? അബൂബക്കർ. ഇങ്ങനെ 4 പേരായിരുന്നു മെയിൻ ആയിട്ട് നമ്മുടെ കയ്യൂർ സമരത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുഞ്ഞമ്പു നായർ. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ്? അപ്പുവും കുഞ്ഞമ്പുവും ചീരുക്കണ്ഠനും അബൂബക്കറുമായിരുന്നു കയ്യൂർ സമരം. അതേപോലെ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് നിരഞ്ജന എഴുതിയ നോവലാണ് എന്ത്? ചിരസ്മരണ. ചോദിക്കാറുണ്ട് ചിരസ്മരണ എന്ന നോവല്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരായിരുന്നു? പട്ടിണി ജാഥ അത് AK ഗോപാലനാണ്. AK ഗോപാലൻ. എങ്കിൽ ചോദിക്കട്ടെ, ആരാണ് രാജധാനി മാർച്ച് നടത്തിയത്? രാജധാനി മാർച്ച് അത് ഇമ്പോർട്ടന്റ് ആണ്. അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് രാജധാനി മാർച്ച്. അതേപോലെ യാചനയാത്ര ആരുടേതായിരുന്നു? യാചനയാത്ര അത് BT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. യുദ്ധവിരുദ്ധ ജാഥ ആരുടേതാണ്? അത് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവന്റേതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലെ. അതെന്താണ്? ഇപ്പോൾ ഒരു നിയമ അവകാശമാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത്? പൊതുമുതൽ സംരക്ഷിക്കുക ഒരു പൗരന്റെ മൗലിക കടമയാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക, അതേപോലെ തന്നെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന പൗരന്റെ കടമയല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ കടമയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ഓക്കെ. ഇപ്പൊ നിലവിൽ ആരാണ്? നിലവിലെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയാണ് കേന്ദ്രത്തിലേത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആരായിരുന്നു? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹരിനായർ. ഹരി ഹീരയും രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഹരിനായർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് അവസര സമത്വമാണ്. ഏതാണത്? 16-ാം വകുപ്പാണ് അവസര സമത്വം. 14 എന്താണ്? 14 എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ്. 15 എന്ന് പറയുമ്പോൾ എന്താണ്? 15 എന്ന് പറഞ്ഞ ജാതി മതം വർഗം കേട്ട് വിവേചനം പാടില്ല എന്നുള്ളതാണ്. 17 നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഐത്തവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ്? 14, 15, 16 നിവിയ എന്ന് പഠിച്ചു വെച്ചാൽ മതി. നിവിയ എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത്. അതേപോലെ തന്നെ വി എന്താണ്? വിവേചനം പാടില്ല. ജാതി മതം ലിംഗം വിവേചനം പാടില്ല. എന്ന് പറയുമ്പോൾ എന്താണ്? അവസര സമത്വമാണ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്? അശോക സ്തംഭമാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1950 ജനുവരി 26 അശോക സ്തംഭം. അതായത് എവിടെ നിന്നാണ്? സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എന്തെടുക്കുന്നത്? നമ്മുടെ ദേശീയ ചിഹ്നമായ എവിടെ? നമ്മുടെ സിംഹമുദ്ര അതെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന. ജനഗണമന ഏത് ഭാഷയിലാണ്? ജനഗണമന നമുക്കറിയാം ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന. നമുക്ക് അതേപോലെ തന്നെ ഈ 1950 ജനുവരി 24 എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന ദേശീയ ഗാനവും ഗീതവും അംഗീകരിക്കുന്നത്. ഗാനം ആൻഡ് ഗീതം. ഓക്കെ. 1949 നവംബർ 26 എന്താണ്? ദേശീയ നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. നവംബർ 26 നിയമദിനവും ഭരണഘടനാ ദിനവും ഒക്കെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക.
ന്യായവാദാർഹമല്ല, തെറ്റാണ്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ നമുക്ക് എന്താണ് കോടതിയിലൂടെ നമുക്ക് സമീപിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഒന്ന് എന്താണ്, നമുക്ക് ശരിയായവയല്ലേ വേണ്ടത്, ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി, നേരെ ഓപ്ഷനിലേക്ക് പോകുക. അപ്പൊ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. നെക്സ്റ്റ് നോക്കാം, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. ശരിയാണ്. രണ്ടുള്ളത് നോക്കാം. അപ്പൊ ഇത് രണ്ടിലും രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗം 4 ഉൾപ്പെട്ടിരിക്കുന്നു. ഭാഗം 4 ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭാഗം 4 എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശങ്ങളാണ്. ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 2 and 4 ആണ് നമുക്ക് ശരിയായ പ്രസ്താവന. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ. കീറാൻ എന്താണ്? കോമ്പല്ല്. കോമ്പല്ല് എന്തിനാണ്? കീറാൻ. കാക്ക കണക്ട് ചെയ്ത് പഠിക്കുക. ഉളിപ്പല്ല് എന്തിനാണ്? ഉളിപ്പല്ലാണെങ്കിൽ എന്താണ്? കടിച്ചു മുറിക്കാനാണ്. അതേപോലെ ചർവണകവും അഗ്രചർവണവും എന്താണ്? ചവച്ചരയ്ക്കാനാണ്. കഴിഞ്ഞ LGS ചോദിച്ചിട്ടുണ്ടായിരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് പല്ലുകൾ ഭക്ഷണ സാധനങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലേതെന്നായിരുന്നു. ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏത്? നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ സി ആണ് അസ്കോർബിക് അമ്ലം. ഇ എന്ന് പറയുമ്പോൾ എന്താണ്? എ അറിയാം നമുക്ക്. നമുക്കറിയാം എന്താണ്? റെറ്റിനോൾ. റെറ്റിനോൾ ആണ് എ എന്ന് പറയുന്നത്. കെ എന്താണ്? കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ. ഇ എന്താണ്? ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ. എങ്കിൽ ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് ഏതാണ്? കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? ഉഷസ്. തൊണ്ടമുള്ളിന് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഡിഫ്തീരിയ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക്. പച്ചമുളക് ഏതാണ്? അത് ഉജ്ജ്വല. ഉജ്ജ്വലയാണ് പച്ചമുളകായിട്ട് വരുന്നത്. ഇനി ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? എവിടെ നിന്നാണ്? അത് തണ്ടിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് ഇവിടെ കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധ പട്കർ ആണ്. മേധ പട്കർ. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആരാണ് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രമാണ്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സൈലന്റ് സ്പ്രിംഗ് എഴുതിയ ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. റേച്ചൽ കേഴ്സൺ. അതേപോലെ തന്നെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓഡമാണ്. പിതാവ്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓഡം. എങ്കിൽ ചോദിക്കട്ടെ, ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അത് പ്രൊഫസർ ആർ മിശ്രയാണ്. പ്രൊഫസർ ആർ മിശ്ര. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നതാണ് എന്ത്? അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ആണ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? അത് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര. പ്രപഞ്ചത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? അത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കാൽഷ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത്. ഈ പറയുന്ന ഹൈഡ്രജനും കാർബണും എന്തിലുണ്ട്? ഈ പറയുന്ന ധാന്യകത്തിലുമുണ്ട്, മാംസ്യത്തിലുമുണ്ട്. ഓപ്ഷൻ സി ആണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? പച്ച പ്ലസ് ചുവപ്പ് എന്താണ്? അത് മഞ്ഞയാണ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ്? പനിച്ചു. ഇതല്ലേ എന്തെന്ന് പറയുന്നത്? പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ഇതിലെന്താണ്? പച്ചയും നീലയും കൂടി കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? അത് സിയാൻ ആണ്. സിയാൻ. അതേപോലെ തന്നെ നീലയും ചുവപ്പുമാണെങ്കിൽ എന്തുണ്ടാകും? അത് മജന്ത കളറാണ്. അതേപോലെ തന്നെ വരുന്നതാണ് എന്ത്? നമ്മുടെ പച്ചയും ചുവപ്പുമാണെങ്കിൽ എന്താണ്? മഞ്ഞയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? സമ്പർക്ക ബലം എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ് സമ്പർക്ക ബലം? ഘർഷണ ബലമാണ് അല്ലെ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? വികിരണം അല്ലെ. സൂര്യപ്രകാശം ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന വികിരണം വഴിയാണ്.
വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും. എവിടെയാണ് വസ്തുവിന്റെ ഭാരം പൂജ്യമാകുന്നത്? അത് ഭൂമിയുടെ കേന്ദ്രഭാഗത്താണ്. അവിടെ നമുക്ക് എന്താണ് ജിയുടെ വാല്യൂ വരില്ല. അപ്പൊ അതുകൊണ്ട് ഭാരം എന്താണ് പൂജ്യമായിരിക്കും. അതിന്റെ മാസ് അഥവാ പിണ്ഡത്തിന് എന്താണ് ഒരിടത്തും മാറ്റം ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 39/2023. നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഏതാണ്? 68°7 കിഴക്ക് മുതൽ 97°25 എന്താണ് കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം. 8°4 വടക്ക് മുതൽ 37°4 വടക്ക് വരെയാണ് എന്ത്? അക്ഷാംശ സ്ഥാനം, അക്ഷാംശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ നദികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഹിമാലയ നദികളിൽ ഉൾപ്പെടുന്നത് പറയുന്ന സിന്ധു ഉണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. നർമ്മദ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദയും താപ്തിയും. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിലാണ്? അത് നമ്മുടെ ധാർ മരുഭൂമിയിലാണ്. ധാർ മരുഭൂമി. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണേത്? സുന്ദർബൻ ഡെൽറ്റ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ബംഗാൾ കടുവകളൊക്കെ പ്രശസ്തമാണ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും കർണാടകയിൽ 31ാമത് ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയാണിത് വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ഇത് ടൗട്ടെ. കേരള തീരത്ത് പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവയാണെന്ത്? ഇൽമനൈറ്റും അതേപോലെ തന്നെ മോണോസൈറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടൽ കാടും കടൽ തീരവും ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ കണ്ടൽക്കാട് കൂടുതലുള്ളതും എവിടെയാണ്? കണ്ണൂരാണ്. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാത്തത് ഇത് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. കാര്യം ഈ ഇടമലയാർ എന്ന് പറയുന്നത് നമ്മൾ കുട്ടമ്പുഴ, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് വരുമായിരുന്നു അല്ലെ. അതായത് പണ്ടത് എവിടെയായിരുന്നു? എറണാകുളത്തിന്റെ ഭാഗമായിരുന്നു. വീണ്ടും ആദ്യം ഇടുക്കിയുടെ ഭാഗമായിരുന്നു, വീണ്ടും അത് എറണാകുളത്തിന് കൊടുത്ത് വീണ്ടും അത് ഇടുക്കിക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പൊ ഇടുക്കി വീണ്ടും എന്തായത്? ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. അപ്പൊ ഇടമലയാർ എന്ന് പറയുന്നത് ശരിക്കും കുട്ടമ്പുഴയിലാണ്. അതുകൊണ്ട് തന്നെ അത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ പമ്പയും കക്കിയുമാണ്. പമ്പയാറ്, കക്കിയാറ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് നമുക്കറിയാം. ത്രിതല പഞ്ചായത്ത് അല്ലെ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് പെടാത്തത് ചോദിക്കുമ്പോൾ അത് താലൂക്കാണ്. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകൾ ആരൊക്കെയാണ്? PT ഉഷ അത്ലറ്റ് ആണ്, KM ബീനാമോൾ അത്ലറ്റ് ആണ്, TC യോഹന്നാൻ അത്ലറ്റ് ആണ്. അപ്പൊ 1, 2, 3 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ജിമ്മി ജോർജ് ആരാണ്? ജിമ്മി ജോർജ് എന്ന് പറയുന്നത് വോളിബോൾ പ്ലെയർ ആണ്. വോളിബോൾ പ്ലെയർ. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ്. ആദ്യ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ഏറ്റവും വലുതും എന്താണ്? പെരിയാറാണ്. അപ്പൊ പെരിയാറിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത് 1950-ലാണ്. അതിനുശേഷം അതിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാണ്? 1978-ആണ്. അതിനുശേഷമാണ് പെരിയാറിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതെന്നാണ്? 1982. വീണ്ടും അതിനുശേഷം എന്താകുന്നുണ്ട്? പ്രൊജക്ട് എലിഫന്റ്. ഇത് പ്രൊജക്ട് ടൈഗർ ആണ്. ഇത് പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുമ്പോൾ 1992-ആണ്. ഇതാണ് പെരിയാറിന്റെ പഠിക്കേണ്ട വർഷങ്ങൾ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്. അതെവിടെയാണ്? പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഇത് നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി ഏതാണ്? അത് നമ്മുടെ എറണാകുളം, വയനാടാണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത്. ഏറ്റവും കുറവ് എവിടെയാണ്? വയനാടാണ്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2020-ലാണ്. അത് ആർക്കാണ്? മിനിമോളാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് 2024-ലെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ആർക്കായിരുന്നു? അബ്ദുള്ള അബൂബക്കർ. അദ്ദേഹം എന്താണ്? ട്രിപ്പിൾ ജമ്പ് ആണ്. ട്രിപ്പിൾ ജമ്പ്.
പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇരവിപേരൂർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജിയൊക്കെ ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റേതാണ്. പ്രേമാശ്രമമാണ് അദ്ദേഹത്തിന്റെ അല്ലാത്തത്. പ്രേമാശ്രമം ആരുടേതാണ്? അത് പ്രേംചന്ദിന്റേതാണ്, മുൻഷി പ്രേംചന്ദിന്റേതാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ. ഏതാണ് ആര്യ മഹിളാ സഭ? പണ്ഡിത രമാബായി. ഇതിന് തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻസിന്റെ സെയിം റിപ്പീറ്റേഷൻ ആയിരുന്നു ഇത്. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് ഇത് ആരായിരുന്നു? സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ്. സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ് നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ. ധനകാര്യ അതാരായിരുന്നു? അത് നമുക്കറിയാം, നിർമ്മല സീതാരാമൻ. അമിത്ഷാ ആരാണ്? അത് ആഭ്യന്തരകാര്യ മന്ത്രിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഇത് PSC ക്യാൻസൽ ചെയ്താണ്. പ്രഫുൽ പട്ടേൽ എവിടെയാണ്? പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലെ ലഫ്റ്റനന്റ് ഗവർണർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നിലവിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ലഡാക്കിലെ നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? BP മിശ്രയാണ്. BP മിശ്ര. അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? മനോജ് സിൻഹ. മനോജ് സിൻഹ. അതേപോലെ തന്നെ പിന്നെ എവിടെയാണ്? ഡൽഹി. ഡൽഹിയിൽ ആരാണ് ലഫ്റ്റനന്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? ഡൽഹി ആരാണ്? വിനയ് കുമാർ സക്സേന. വിനയ് കുമാർ സക്സേന. പിന്നെയുള്ളത് പുതുച്ചേരി. പുതുച്ചേരിയിൽ ആരാണ്? കൈലാസനാഥ്. കൈലാസനാഥാണ് പുതുച്ചേരിയിലുള്ളത്. K കൈലാസനാഥ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങളാണ് 30, 31, 32. എന്താണ് നമ്മൾ പഠിക്കാറുണ്ടല്ലേ? ഉഖുനി എന്ന്. ഉപ്പ് സത്യാഗ്രഹം, എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. അത് തന്നെയാണ് എന്താ വട്ടമേശ സമ്മേളനവും നടന്നത്. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത്? വില്ലുവണ്ടി സമരം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. വില്ലുവണ്ടി സമരം ആരായിരുന്നു? അയ്യങ്കാളിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമിയാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത്? മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയതൊക്കെ വൈകുണ്ഠസ്വാമിയായിരുന്നു. അതാണ് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള. ഈ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് 2022 നമ്മുടെ തമിഴ്നാട് സർക്കാർ 100 വർഷം ആഘോഷിച്ചിട്ടുണ്ട്. അതായത് 1822 ഈ വൈകുണ്ഠസ്വാമി ചാന്നാർ ലഹള നടത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ തമിഴ്നാട് സർക്കാർ 2022 100 വർഷം ആഘോഷിച്ചിട്ടുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം 100 അല്ല 200 വർഷം, 200 വർഷം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. അതായത് എന്തൊക്കെയായിരിക്കണം ഒരു ക്ഷേമരാഷ്ട്രം വരാനായിട്ട് എന്തൊക്കെ ചെയ്യണം? അവിടെയാണ് ഗാന്ധിജിയുടെ ഐഡിയാസ് ഒക്കെ നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങളിലാണ്. അതായത് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ വന്നത്. ഇത് കടം കൊണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനാണ്. പക്ഷെ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. അതേപോലെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത്. AK ഗോപാലിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ എവിടം വരെയായിരുന്നു പട്ടിണി ജാഥ? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു പട്ടിണി ജാഥ. ഏത് വർഷം? 1936. വൈക്കം ടു ട്രിവാൻഡ്രം എന്തായിരുന്നു? സവർണ ജാഥ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് സവർണ ജാഥ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടത്? മതഭാഷ അതല്ല. സ്വാതന്ത്ര്യമായ ഏത് മതം അതുമല്ല. പൊതു നിയമങ്ങളിൽ അവസരം സമത്വം അതുമല്ല. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ്. അതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 22. അതാണ് കരുതൽ തടങ്കലൊക്കെ ആർട്ടിക്കിൾ 22 വരുന്നതാണ്. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA ചേർന്ന മലയാളികളാണ്? വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. 1ഉം 2ഉമാണ്. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തോട് യോജിക്കാത്ത പ്രസ്താവന? ഓപ്ഷൻ D കൂടി ഉണ്ടായിരുന്നു, അത് കട്ടായി പോയിട്ടുണ്ട്.
ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഇതാണ് തെറ്റ്. നമുക്കറിയാം എല്ലായിടത്തും ഇല്ല, ഒരു കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ദ്വിമണ്ഡല നിയമസഭയൊക്കെ ഉള്ളൂ. അപ്പൊ അതെന്തായാലും തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലീം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. അത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. കാര്യം അദ്ദേഹം പാശ്ചാത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരായിരുന്നു. വിദ്യാഭ്യാസം ഉൽപ്പന്നമായ ഏതെങ്കിലും തൊഴിലുമായി അല്ലെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു ഈ പറയുന്ന നയി താലീം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകണം. അതേപോലെ വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. ഇതൊക്കെ ഗാന്ധിജിയുടെ നയി താലീം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ബന്ധമില്ലാത്തതല്ലേ? സോ ഓപ്ഷൻ എ 1 മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരെ വായിച്ചപ്പോഴേക്കും അപ്പൊ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശരിയായ പ്രസ്താവനകൾ എന്നും പറഞ്ഞിട്ട് 2, 3, 4. അപ്പൊ ഞാനോടത്ത് 1 ശരിയാണല്ലോ എന്ന്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് വായിച്ചത്, എഴുതപ്പെടാത്തതെന്നല്ല, എഴുതപ്പെട്ട ഭരണഘടന. നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ആയിരിക്കും. പകുതി വരെ വായിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലേക്ക് ആ കണ്ടന്റ് വരും. അപ്പൊ അതെന്താണ്, അത് നമുക്ക് തെറ്റിക്കാനും നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ എഴുതപ്പെടാത്ത ഭരണഘടനയല്ല, എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. ശരിയാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. സോ ഓപ്ഷൻ സി 2, 3, 4 എന്നിവയാണ് ശരിയായിട്ട് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അല്ലെ. സ്വദേശാഭിമാനി എന്ന പത്രം, അത് കാണുമ്പോഴേ നമുക്കറിയാം അത് തെറ്റാണെന്ന് അല്ലെ. സ്വദേശാഭിമാനി അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്? ഒന്ന് തെറ്റാണ് അല്ലെ. അപ്പൊ 1ഉം 2ഉം അല്ല, അതങ്ങ് വെട്ടിക്കളയാം. സ്വദേശാഭിമാനി. ഇനി യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുള്ളതാണ്. ശരിയാണ്. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും അദ്ദേഹത്തിൻ്റെതാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരാണ് ജനനം. അല്ല, അദ്ദേഹം എവിടെയാണ്? കൊല്ലൂർ, കണ്ണമ്മൂല എന്ന് പറയും. കൊല്ലൂർ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് ജനിച്ചത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അപ്പൊ ഏതാണ്? ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ 2ഉം 3ഉം മാത്രമാണ്. ഇന്ത്യയിലെ ചെമ്പിന്റെ പ്രധാന ഉൽപാദകരാണ് നമ്മുടെ ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നത്? നമുക്കറിയാം പറയുന്നതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ ഏതായിരിക്കും മൺപാത്ര നിർമ്മാണമൊക്കെ വരുന്നത്? സെക്കൻഡറി. പ്രാഥമികം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കൃഷിയുമായി ബന്ധപ്പെട്ടത്. ദ്വിതീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അത് എന്തായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൃഷിയുമായി അല്ല വ്യവസായങ്ങളാണ്. അപ്പൊ മൺപാത്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ ദ്വിതീയ മേഖലയിലാണ്. തൃതീയ മേഖല അഥവാ സേവന മേഖല. ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യവസായ മേഖല. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരി. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. ഇത് തെറ്റാണ്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തതാണ് വേണ്ടത്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണ്. 1982 ജൂലൈ 12 നബാർഡ് അല്ലെ, അതും ശരിയാണ്. 1985 RRB. 1955 SBI വരുന്നത്. 1975 റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന RRB വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റ് അല്ലെ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയ ആൻസർ എന്ന് പറയുന്നത്. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണെന്ത്? നവ ഉദാരവൽക്കരണം. നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ആ ഒരു 3 വാക്കുകൾ കൊണ്ടാണ് ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം, ഉദാരവൽക്കരണം. ഈ പുത്തൻ സാമ്പത്തിക നയം വന്ന സമയത്തുള്ള നമ്മളോട് ചോദിക്കാറുണ്ട് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതും. ആ സമയത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? അത് ആരായിരുന്നു? നമ്മുടെ മൻമോഹൻ സിംഗുമായിരുന്നു. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അത് നിലവിലെ വൈസ് ചെയർമാൻ നമ്മുടെ സുമൻ ബറിയാണ്. ആരാണ് CEO? BVR സുബ്രഹ്മണ്യം. പരമേശ്വരയ്യർ അല്ല, BVR സുബ്രഹ്മണ്യമാണ് ആര്? നമ്മുടെ നിലവിലെ CEO എന്ന് പറയുന്നത്.
കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരാണെന്ത്? തളിര്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിലെ ചൈന മാൻ ആയി കളിക്കുന്ന കളിക്കാരനാണ് കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷമാണ് 1982. നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇവിടെ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ്. അതെവിടെയാണ് ഈ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? ഓക്കെ, അത് പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയിയാണ് ആര്? കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടൻ. അത് ഏത് ബോട്ട് ക്ലബ് ആയിരുന്നു? വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ. അത് നയിച്ച ബോട്ട് ക്ലബ്ബ് ഏതായിരുന്നു? അത് പള്ളാത്തുരുത്തിയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരാണെന്ത്? വെസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസമാണേത്? ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം 2019 ചോദിച്ചിരിക്കുന്നത്. അത് ഹരിഹരനായിരുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? 2022 ആരാണ്? 2022 അത് TV ചന്ദ്രനാണ് 2022. അതേപോലെ 2023 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ്? അത് ഷാജി എൻ കരുൺ. അത് ഈ കഴിഞ്ഞിടക്കാണ് പ്രഖ്യാപിച്ചത്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഷാജി എൻ കരുൺ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? എവിടെയാണ്? ഹരിയാന. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കായിരുന്നു? 2021 ബുക്കർ പ്രൈസ് ഗീതാഞ്ജലി ശ്രീക്കായിരുന്നേ. ഗീതാഞ്ജലി ശ്രീ. ഏതായിരുന്നു? അത് ബുക്ക് എന്ന് പറയുന്ന ടോംബോ സാൻഡ് ആയിരുന്നു. ടോംബോ സാൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനായിരുന്നു. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലമാണേത്? റോമ. നമുക്കിപ്പോൾ പഠിക്കേണ്ട ഏതാണ്? 2024 G20 വേദി എന്ന് പറയുന്നത് ബ്രസീലാണ്. അതേപോലെ തന്നെ 2025 വേദിയാണ് എവിടെ? സൗത്ത് ആഫ്രിക്ക. ഇമ്പോർട്ടന്റ് ആണ്, കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതെവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണെന്ത്? ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണെന്ത്? നിശാന്തത. സങ്കരയിനം തക്കാളിയാണെന്ത്? മുക്തി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ ഉപയോഗപ്പെടുന്ന വാതകമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന ഏതാണ്? ഓക്സിജൻ ആണ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ആണ് ഏത്? കോവാക്സിൻ. നിപ രോഗത്തിന്, നിപ എന്താണ്? വൈറസ് ആണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? എന്താണ്? വികിരണം. അല്ലെ? ഈ ക്വസ്റ്റ്യൻ തന്നെ 2 തവണ അല്ലെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. താങ്ക് യു.